നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നിട്ടാണോ പോലീസ് ചെരം മടിച്ചു നിന്നത്? എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലായിരുന്നു മോളെ. എല്ലാത്തിനെയും പേടിയായിരുന്നു. ആ പേടി ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. പക്ഷേ അത് പരമാവധി പുറത്തു കാണിക്കാതെ എന്റെ ഡ്യൂട്ടി ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പൊ എനിക്ക് ഈ ജോലി ഇഷ്ടപ്പെട്ടു തുടങ്ങി. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് പതുക്കെ ധൈര്യം കിട്ടി തുടങ്ങി. അല്ല, സാധാരണ ചേച്ചിയെ മിനിമോള് സഹായിക്കാറുള്ളതാണല്ലോ. ഇത്തവണ എന്ത് പറ്റി? അവള് തന്നെയാ എനിക്ക് എല്ലാത്തിനും ധൈര്യം തന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് അവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം കിട്ടുമോ? ആ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാ തവണയും അവളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ മിനിമോൾ ഇപ്പൊ ഫോണില് ഭയങ്കര ബിസിയാ. എന്നോടൊന്ന് സംസാരിക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല. അവളെ പെണ്ണ് കാണാൻ വന്നവർക്ക് അവൾ എങ്ങ ഇഷ്ടപ്പെട്ടു. ആഹാ, ചെക്കൻ എന്ത് ജോലി? സർക്കാർ സ്കൂളിലെ മാഷ. അങ്ങനെ മിനിമോക്ക് പോലും ചെക്കനെ കിട്ടി. എന്നാലും ഇവക്കൊരു ചെക്കനെ കിട്ടിയിട്ടില്ല. അവളൊരു നല്ല കാര്യം പറയുമ്പോഴും അതില് നിനക്ക് കുറ്റം കണ്ടുപിടിക്കണോ എന്റെ ശോഭന്? എന്ത് നല്ല കാര്യം? ഗുരുത്തം കെട്ട 2 പിള്ളാരെ ജയിലിലേക്ക് അയക്കുന്നതിന് പകരം വെറുതെ വിട്ടതാണോ? സ്വന്തം അച്ഛനും അമ്മയും ചതിച്ച അവളൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവെന്ന് കേട്ടിട്ടില്ലേ? അവളുടെയൊക്കെ ഗതി അതായിരിക്കും. നശിച്ചു പോവുകയുള്ളൂ. ഇങ്ങനെ പ്രാഗല്ലേ അമ്മായി? അവര് പാവം കുട്ടികളാ. നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. പ്രേമിച്ച് നടന്ന് കുടുംബക്കാരെ പറ്റിക്കുന്ന തെറ്റല്ലല്ലോ. അതല്ലേ നീ ഗിരിയുടെ കൂടെ ചെയ്യുന്നത്? ശോഭനെ, ആ വിഷയത്തിൽ മഞ്ജുവിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അതിനെക്കുറിച്ചൊരു സംസാരം ഈ വീട്ടിൽ വേണ്ട. അങ്ങനെ ഇവൾക്ക് മാത്രം ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാനേ ഞാൻ ഇവളുടെ ജോലിക്കാരിയൊന്നും അല്ല. സ്റ്റേഷനിൽ വന്ന കണ്ട അലവലാദികളുടെ കല്യാണം നടത്താൻ അറിയാം. സ്വന്തം കാര്യത്തിൽ എന്താ ഈ മെടുക്ക് കാണിക്കാത്തത്? നല്ലൊരു ബന്ധം വന്നിട്ട് ഇവളുടെ കയ്യിലിരിപ്പ് കാരണം അത് തകർന്നു. അതെ, ഇങ്ങനെ ആരെങ്കിലുമായിട്ട് ചുറ്റിക്കറങ്ങണമെന്നുണ്ടെങ്കിലേ മിനിമം അത് മറച്ചു വെക്കാനുള്ള ബുദ്ധിയെങ്കിലും കാണിക്കണം. അമ്മായിക്ക് അങ്ങനെ കുറെ മറച്ചു വെച്ച് പരിചയമുണ്ടോ? അവളെ അടിക്കൊന്നും വേണ്ട അമ്മായി. അവള് പറഞ്ഞത് തെറ്റാ. അതിനവള് മാപ്പ് പറയും. സോറി പറയടി. സോറി. നീ ശോഭനയുടെ കൈ തടഞ്ഞല്ലോ മോളെ. ഇവിടുന്ന് കിട്ടി ഈ ധൈര്യം? അതെ, ഞാനും ഞെട്ടിപ്പോയി. എടി പെണ്ണെ, നീയേ വിഷയം മാറ്റാൻ നിക്കണ്ട. അമ്മായിയുടെ അടുത്ത് നീ എന്ത് വൃത്തിയോടാ പറഞ്ഞത്? എന്റെ തൊലി ഉരിഞ്ഞുപോയി. അപ്പൊ അമ്മായി പറഞ്ഞതോ? മോളെ, അത് അവളുടെ സംസ്കാരം എന്ന് കരുതി മോൾ ആ നിലവാരത്തിലേക്ക് ഒന്നും വീഴരുത്. നിങ്ങള് മാധവന്റെ മക്കളാ. ആ നിലവാരം നിങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തിക്കും ഉണ്ടാകണം. സോറി അമ്മാവ. സാരമില്ല മോളെ. എന്തായാലും എന്റെ ചേച്ചി എനിക്ക് മാസായിട്ട് കാണാൻ പറ്റി. ഇനി ആ മഹേഷിനെ ചേച്ചി പിടിച്ച് 4 എണ്ണം പൊട്ടിക്കണം. അപ്പൊ അടിപൊളിയാവും. തല്ലാനുള്ള ഒരു ലിസ്റ്റ് എന്നിലുണ്ട്. ഞാൻ പറയട്ടെ? ഗുഡ് മോർണിംഗ് ഗോപാൽജി. ഫ്രാൻസിസോ, വാ ഇരിക്കടോ. ഗോപാൽജി നല്ല മൂഡിലാണല്ലോ. എന്താ കാര്യം? എന്റെ എല്ലാ പ്രശ്നങ്ങളും ഒന്നൊന്നായി തീർന്നുകൊണ്ടിരിക്കുകയാണോ. ഇപ്പൊ മനസ്സിനൊരു സമാധാനമുണ്ട്. എല്ലാം ശരിയാവും എന്നുള്ളൊരു വിശ്വാസം. താൻ ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചോ? ഞാൻ അവന്റെ കൂട്ടുകാരോടും സ്ഥിരം പോകാറുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു. പീതാംബരൻ സ്ഥലം വിട്ടു.
എങ്ങോട്ടാണെന്ന് ആർക്കും അറിയില്ല. ഞാൻ അയാളുടെ ഭാര്യയോട് കുറെ ചോദിച്ചു നോക്കി. അവർക്കറിയാമെങ്കിലും അവർ ഒരക്ഷരം മിണ്ടുന്നില്ല. അവരത്ര പെട്ടെന്ന് പേടിക്കുന്ന ടൈപ്പല്ല. അവൻ എവിടാന്നൊന്നും നമുക്കറിയണ്ട. ഈ നാട്ടിലില്ലല്ലോ, അത് മതി. അയാൾ എവിടെങ്കിലും പോയി ജീവിക്കട്ടു. പിന്നെ ഞാൻ അന്വേഷിക്കാൻ ചെന്നപ്പോ പീതാംബരന്റെ ഭാര്യ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ്? എനിക്ക് മുമ്പ് അവിടെ വേറെ 2 പോലീസ് ഓഫീസർമാര് പീതാംബരനെ അന്വേഷിച്ച് ചെന്നിരുന്നു എന്ന്. മഞ്ജു മിനിമോളും ആയിരിക്കും അല്ലേ? അപ്പൊ അത് അറിഞ്ഞിട്ട് ഇങ്ങനെ കൂളായിട്ടിരിക്കുകയാണോ? എടോ, മഞ്ജുവിന്റെ ശല്യം ഒഴിവാക്കാൻ ഞാൻ ചില കളികളൊക്കെ കളിക്കുന്നുണ്ട്. സാറ് കളികളും കളിച്ചോണ്ടിരിക്കുമ്പോ മഞ്ജു മാധവൻ സാറിന്റെ കേസ് തെളിയിച്ചാലോ? ഞാൻ പറഞ്ഞില്ലേ ഗോപാൽജി, അവളുടെ അച്ഛന്റെ മരണമല്ലേ, മഞ്ജു അത് വെറുതെ വിടില്ല. എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നാലും അവൾ അത് അന്വേഷിക്കുക തന്നെ ചെയ്യും. ഇനി അവൾ എന്തന്വേഷിക്കാനാ? പീതാംബരൻ നാട് വിട്ടില്ലേ? പീതാംബരനെ വിശ്വസിച്ചാണ് ഗോപാൽജി ഇരിക്കുന്നതെങ്കിൽ ഗോപാൽജി ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും. അതെന്താടോ അങ്ങനെ പറഞ്ഞു? സാറേ, പീതാംബരൻ എന്നെ പോലെയല്ല. അവൻ ആരോടും കൂറില്ല. കാശ് കിട്ടുന്നിടത്തോളം അവൻ സാറിന്റെ കൂടെ നിൽക്കും. അത് നിന്നാ അവൻ മറുകണ്ഠം ചാടും. പീതാംബരൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് പോലെയുള്ള നിസ്സാര തുകയല്ലെന്ന് എനിക്കറിയാം. എപ്പോഴെങ്കിലും ഗോപാൽജിക്ക് ഈ മുതലെടുപ്പ് അവസാനിപ്പിക്കണമെന്ന് തോന്നിയാൽ അന്ന് പീതാംബരൻ സാറിനെതിരെ തിരിയും. അപ്പോ അവനെ സംരക്ഷിക്കാൻ മഞ്ജു ഉണ്ടെങ്കിലോ? എടോ, അവക്ക് സ്വയം രക്ഷിക്കാൻ പോലും അറിയത്തില്ല, പിന്നല്ലേ പീതാംബരന്? അവൾക്ക് ഒറ്റയ്ക്കൊന്നിനും പറ്റില്ലായിരിക്കും. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് കൂടെ നിന്ന അവൾക്ക് പലതും ചെയ്യാൻ പറ്റും. എടോ, അതിന് ഡിപ്പാർട്ട്മെന്റിലുള്ളവരെല്ലാം എന്റെ പോക്കറ്റിലല്ലേ? എല്ലാവരും സാറിന്റെ പോക്കറ്റിലായിരിക്കില്ല. എന്നെ പോലെ 1-2 പേര് കാണും. ഇപ്പോഴും ജോലിയോട് കൂറുള്ളവരാണ് ഭൂരിഭാഗവും. അതുകൊണ്ട് മഞ്ജു കൃത്യമായ തെളിവുകളുമായി ചെന്നാൽ പുനരന്വേഷണം നടത്തും. അങ്ങനെ നടന്നാൽ ഗോപാൽജിക്ക് പ്രശ്നമാവുന്നാണ് എന്റെ വിശ്വാസം. താൻ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ എന്തെങ്കിലും വഴിയുണ്ടേ പറയടോ. പീതാംബരൻ ഒരു സാധ്യതയായി മഞ്ജുവിന് തോന്നുക പോലും ചെയ്യരുത്. അതിന് അവള് മാധവൻ സാറിന്റെ കേസ് അന്വേഷിക്കുന്നത് നിർത്തണം. താനല്ലേ പറഞ്ഞത് അവൾ അന്വേഷിക്കുന്നത് നിർത്തില്ലാന്ന്? അതെ, അവിടെയാണ് നമുക്ക് കളിക്കാനുള്ള സാധ്യത കിടക്കുന്നത്. ഈ മഞ്ജു ശരിക്കും ഒരു പേടിത്തൊണ്ടിയാ. എന്തെങ്കിലും ഒരു കാര്യം തോന്നിയാ അത് തുറന്നു പറയാനുള്ള ധൈര്യം പോലും അവൾക്കില്ല. പിന്നെ അവൾ എങ്ങനെയാണോ ഇത്ര കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നത്? ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു. അവസാനം കാര്യം എനിക്ക് പിടികിട്ടി. അവള് പിന്നിൽ നിന്നും ചരട് വലിക്കുകയുള്ളൂ. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാനുള്ള ധൈര്യം അവൾക്കില്ല. അവൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത് മിനിമോളാണ്. മഞ്ജുവിന് പറ്റിയ കൂട്ടുകാരിയാ മിനിമോള്. അവൾക്ക് അപാര ധൈര്യം ഉണ്ടെങ്കിലും ബുദ്ധി തീരെയില്ല. ഇപ്പൊ മഞ്ജുവിന്റെ ഈ ബുദ്ധി ഉപയോഗിച്ച് സ്റ്റേഷനിൽ മിനിമോള് വലിയ സ്റ്റാർ ആവാൻ ശ്രമിക്കുക. സ്റ്റേഷനിൽ ബാക്കിയുള്ളവർക്ക് മിനിമോൾ അല്ല കേസുകൾ തെളിയിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓഹോ, അപ്പൊ ഈ മിനിമോളുള്ള ധൈര്യത്തിലാണ് മഞ്ജു ഈ കളി കളിക്കുന്നത് അല്ലേ? അതെ, ഗോപാൽജിയുടെ ഈ പിടിപാട് വെച്ച് മിനിമോൾക്കൊരു ട്രാൻസ്ഫർ വാങ്ങിക്കൊടുക്കാൻ പറ്റും. അതിനെന്താണോ പാട്? ഒരു ഫോൺ കോളിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. എന്നത് ആദ്യം ചെയ്യ്. മിനിമോളില്ലെങ്കിൽ മഞ്ജു താനെ അടങ്ങിക്കൊള്ളും. അപ്പൊ മിനിമോക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. ഗുഡ് മോർണിംഗ് ഭാസ്കരേട്ടാ. May I come in, sir? Yes, come in. Good morning, sir. Morning. മിനിമോള് വന്നിട്ടില്ലല്ലോ. ഓ,
അവളെ കെട്ടാൻ പോകുന്ന പയ്യന്റെ കൂടെ കറക്കത്തിലായിരിക്കും. ഞാൻ ഇന്നലെ ഫോൺ ചെയ്തിട്ട് എടുക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവള് കുറെ ആഗ്രഹിച്ച് നടക്കുന്ന കല്യാണമല്ലേ, സന്തോഷം കൊണ്ട് കാല് നിലത്തുറക്കുന്നുണ്ടാവില്ല. ഞാനേ അവളെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കല്യാണം ഉറപ്പിച്ചെന്ന് കരുതി കൂട്ടുകാരെ ഒന്നും മറക്കാൻ പാടില്ലല്ലോ. മഞ്ജു, മിനിമോള് ഫോൺ എടുക്കില്ല. അതെന്താ സർ?